പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരായ ടെസ്റ്റിൽ സമ്പൂർണ്ണ വിജയത്തോടുകൂടി ബംഗ്ലാദേശ് പുതിയൊരു ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനിച്ച പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിന്റെ കംപ്ലീറ്റ് ആയ ഒരു ഹൈലൈറ്റ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. റാവൽപിണ്ടി ടെസ്റ്റിൽ 10 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാനെ 146 റൺസിന് പുറത്താക്കിയ ബംഗ്ലാദേശ് വിജയലക്ഷ്യമായ 30 റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെയാണ് അടിച്ചെടുത്തത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിന്റെ ആദ്യ ജയമാണ് ഇന്നത്തേത്. പാകിസ്ഥാനെ സ്വന്തം നാട്ടിൽ 10 വിക്കറ്റിന് തോൽപ്പിക്കുന്ന ആദ്യ ടീം എന്നുള്ള നേട്ടവും ഇപ്പോൾ ബംഗ്ലാദേശ് സ്വന്തമാക്കിയിട്ടുണ്ട്. ജയത്തോടുകൂടി 2 മത്സര പരമ്പരയിൽ ബംഗ്ലാദേശ് 1-0 മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട്. 23-1 എന്ന സ്കോറിൽ ക്രീസിലിറങ്ങിയ പാകിസ്ഥാൻ അവസാന ദിനം നാടകീയമായി തകർന്നടിയുകയായിരുന്നു. തുടക്കത്തിലെ ക്യാപ്റ്റൻ ഷാൻ മസൂദിന്റെ വിക്കറ്റാണ് പാകിസ്ഥാന് ആദ്യം നഷ്ടമായത്. പിന്നീടെത്തിയ ബാബർ അസമും അബ്ദുള്ള ഷഫീഖും പിടിച്ചു നിന്നതോടെ പാകിസ്ഥാൻ കൂടുതൽ നഷ്ടങ്ങളില്ലാതെ 50 റൺസ് കടന്നിരുന്നു. എന്നാൽ 50 പന്തിൽ 22 റൺസ് എടുത്ത ബാബറിനെ റാണ ബൗൾഡാക്കിയതോടുകൂടി പാകിസ്ഥാന് തകർച്ച തുടങ്ങുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ അബ്ദുള്ള ഷഫീഖ് ഡക്കായാണ് മടങ്ങിയത്. ശേഷം അതിവേഗം വിക്കറ്റുകൾ നഷ്ടമായതോടുകൂടി പാകിസ്ഥാൻ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 51 റൺസ് നേടിയ മുഹമ്മദ് റിസ്വാനാണ് അവരുടെ ടോപ്പ് സ്കോററായി മാറിയത്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ 448-6 എന്ന ശക്തമായ നിലയിൽ പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തിരുന്നു. മറുപടി ബാറ്റിംഗിൽ 565 റൺസ് എടുത്ത് 117 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡും ബംഗ്ലാദേശ് സ്വന്തമാക്കിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ 146 റൺസിന് പുറത്തായതോടുകൂടി ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം 30 റൺസ് ആവുകയായിരുന്നു. എന്തായാലും പാകിസ്ഥാനെ സ്വന്തം നാട്ടിൽ ഞെട്ടിച്ചുകൊണ്ട് മികച്ച ഒരു നേട്ടം തന്നെയാണ് ബംഗ്ലാദേശ് ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.